മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ ആണെങ്കിൽ റെട്രോയുടെ ട്രെയിലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇജാതി സാധനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ജൂക്ക് ബോക്സ് അവർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു സ്പെഷ്യലായിട്ട് ഒരു സോങ് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സോങ്ങിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അത് ലവ് ഡീറ്റോക്സ് എന്ന് പറഞ്ഞൊരു സോങ്ങാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോങ്ങിൽ സൂര്യൻ കൂടെ പാടിയിട്ടുണ്ട്. ചെറിയൊരു പോർഷനാണ് പുള്ളി പാടിയിരിക്കുന്നത്. പുണ്യ സെൽവ പിന്നെ സൂര്യൻ കൂടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. എന്തായാലും ഈ സോങ്ങാണ് നമ്മുടെ ശ്രേയ ഈ സിനിമയ്ക്കകത്ത് ഒരു സോങ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ്ങാണിത്. ഒരു ബാർ നടക്കുന്ന ഒരു സോങ് പോലെയാണ് ഈ ഒരു സോങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡീറ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പ്രണയം വിട്ടു പോകും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ വരികളാണെങ്കിലും ആ ഒരു രീതിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അരുൺരാജ് കാമരാജാണ് ഈ ഒരു ലിറിക്സ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സോങ്ങിലേക്ക് വരുവാണെങ്കിൽ ഇത് നമ്മൾ ഒത്തിരി ആദ്യം കേട്ട ഉടനെ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെതിയെ കേട്ട് ഇഷ്ടപ്പെടുന്ന സംഘം. പിന്നെ ആ സൂര്യ പാടിയ ഒരു പോർഷൻ ഒരു പ്രത്യേക വൈബാണ് നമുക്ക് കേൾക്കാനായിട്ട്. അപ്പോൾ അതിന് മുമ്പുള്ളൊരു സംഭവമൊക്കെ വൈബാണെങ്കിലും ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ കേട്ട് ഇഷ്ടപ്പെടുന്ന രീതിക്കത്തെ നമ്മുടെ ഈ സായി അഭ്യങ്കർ ചെയ്ത ആ സോങ്ങിൻ്റെ ഒക്കെ ഒരു ടച്ചുള്ള ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സോങ്ങിൻ്റെ അവർ ആ രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നു ഇത് തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സാധനമാണെന്ന് തോന്നുന്നു. കാരണം ഇതിനകത്ത് ആ ഒരു ഡാൻസ് സ്റ്റെപ്പും ഒക്കെ ആ ഒരു രീതിക്കുള്ളതാണെന്ന് തോന്നുന്നു. ട്രെയിലർ കട്ടിനകത്താണെങ്കിൽ ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പാട്ടിനകത്ത്. എന്തായാലും നല്ലൊരു പാട്ട് തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇപ്പം ട്രെയിലർ ആണെങ്കിലും പാട്ടാണെങ്കിലും പണ്ടത്തെ നമ്മുടെ ആ OG സൂര്യ ഈസ് ബാക്ക് എന്ന് പറയുന്ന രീതിക്കത്തെ ഒരു സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കുറേ നാളിന് ശേഷമാണ് സൂര്യയുടെ ഒരു സിനിമയ്ക്കകത്തെ എല്ലാ സോങ്സൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് വരുന്നതും അത്യാവശ്യം നല്ല റീച്ച് ആകുന്നതും. എന്തായാലും ഈ സിനിമയിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ആദ്യം മുതലേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഇപ്പോൾ ട്രെയിലർ പുറത്ത് വന്നത് വരെ ആദ്യം പോസ്റ്റർ മുതൽ ട്രെയിലർ വരെ ഒരു നെഗറ്റീവും ഇല്ലാതെ ഫുൾ പോസിറ്റീവായിട്ടാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ഈ സിനിമയ്ക്കും വന്ന് ഈ ഒരു സിനിമ പുള്ളിക്കാരൻ്റെ ഒരു വലിയൊരു കമ്പാക്ക് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സിനിമയുടെ ട്രെയിലറും അതേപോലെ ഇതിൻ്റെ സോങ്സും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സോങ്ങാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.